എറണാകുളം ഡോക്ടർ ഷെനൈസ് കെയറിലെ ഡെർമറ്റോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ആര്യ. ചില ആളുകളിൽ മാസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രം കൂടുതൽ പ്രശ്നങ്ങൾ, ചർമ്മ പ്രശ്നങ്ങൾ പറയാറുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് ഈ വേനൽക്കാലം ആകുമ്പോഴേക്കും അത് ഇച്ചിരി കൂടെ സിവിയർ ആകാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് അവർക്കുള്ള നിർദ്ദേശം? അതെ, മാസ്ക് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഈ പൊതുവെ മാസ്ക് ഉപയോഗിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും തന്നെ വേനൽക്കാലത്ത് അത് അധികരിക്കാൻ ഇടയാകും. കാരണം മാസ്ക് ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ചർമ്മ പ്രശ്നങ്ങൾ ഈ പറയുന്നത് പോലെ അമിതമായി വിയർപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഓയിൽ ഗ്ലാൻഡിന്റെ സെക്രീഷനായ സിബം ഇതെല്ലാം തങ്ങി നിന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ മാസ്ക് ഉരയുന്നത് മൂലമുള്ള പ്രശ്നങ്ങളുണ്ട്. മാസ്കിന്റെ ഫൈബറുകൾ, നാരുകൾ ഉറഞ്ഞിട്ടുണ്ടാകുന്ന അലർജികളുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും മാസ്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വേനൽക്കാലമാകുമ്പോൾ തീർച്ചയായിട്ടും അധികരിക്കും എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ മാസ്ക് ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന കുരുക്കൾ, അതായത് സിബം, വിയർപ്പെല്ലാം തങ്ങി നിന്നിട്ട് നമ്മളുടെ ഓയിൽ ഗ്ലാൻഡുകളുടെ സുഷിരങ്ങൾ അടഞ്ഞു പോയിട്ടുണ്ടാകുന്ന മുഖക്കുരു അധികമാകാൻ മാസ്ക് എപ്പോഴും ഒരു സാധാരണയായിട്ട് ഇപ്പൊ കണ്ടുവരുന്ന ഒരു കാരണമാണ്. അതിനെ നമ്മൾ മാസ്ക് ആക്നി അല്ലെങ്കിൽ മാസ്ക്നി എന്നൊക്കെയുള്ള ഓമന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഈ മാസ്ക് ആക്നി കൂടാനുള്ള ഒരു കാരണം ആണ്. ഇത് മാസ്ക് ഉപയോഗത്തിന് ശേഷം ഉണ്ടായ, അതെ, മാസ്ക് ഉപയോഗത്തിന് കോവിഡ് വന്നതിന് ശേഷം ഉണ്ടായ ഒരു ടെർമിനോളജിയാണ്. അതിനു മുമ്പ് നമുക്ക് മാസ്കിനി അങ്ങനെ കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു ടെർമിനോളജി വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് മാസ്ക് ഒരു 3 മണിക്കൂറൊക്കെ കൂടുമ്പോൾ മാസ്ക് മാറ്റി ഒരു മാസ്ക് ഫ്രീ ഇന്റർവെൽ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ തനിച്ചായിരിക്കുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ മാസ്ക് ഓപ്പൺ ആയിട്ട് വെക്കണം. അതുപോലെ ഒരു 3 hours 2 hours ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ചെറിയതായിട്ടൊന്ന് മുഖം കഴുകണം. വളരെ മൈൽഡായിട്ടുള്ള ഫേസ് വാഷുകൾ ഉപയോഗിച്ച് മുഖം കഴുകി വൃത്തിയാക്കുക മുതലായ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ആ ചർമ്മത്തിൽ സുഷിരങ്ങൾ അടഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഇപ്പൊ മുഖക്കുരു ഒക്കെ ഉണ്ടായാൽ ഒരു ഡോക്ടറെ കണ്ട്, ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ലേപനങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുക എന്നുള്ളത്. അല്ലാതെ നമ്മൾ സ്വയം അതിനെ ട്രീറ്റ് ചെയ്യാൻ മുതിർന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് വഴിതെളിക്കുക. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞ മാസ്ക് ഉരഞ്ഞിട്ടുണ്ടാകുന്ന പ്രോബ്ലങ്ങൾ, ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള മാസ്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് കൂടുതൽ ഉരയാതെ അത് സഹായിക്കും. പിന്നെ മറ്റൊന്ന്, ഫൈബറുള്ള മാസ്കുകൾ ഉപയോഗിച്ചാൽ അതിന്റെ ഡെർമറ്റൈറ്റിസ്, അത് തീർച്ചയായിട്ടും നമ്മൾ ക്ലോത്ത് മാസ്കുകൾ, അത് എത്രമാത്രം കോവിഡിനെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനബിൾ ആണ്. എന്നാൽ പോലും ക്ലോത്ത് മാസ്കുകൾ ഉപയോഗിക്കാൻ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ക്ലോത്ത് മാസ്കുകൾ, അതായത് അതിന് മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഫൈബർ ഉള്ളത് ഉപയോഗിക്കാവില്ല, അടിയിൽ ഒരു ക്ലോത്ത് മാസ്ക് ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും മാസ്ക് മാറ്റണം എന്നുള്ളതാണ്. ഇപ്പൊ ക്ലോത്ത് മാസ്ക് ആണ് ഉപയോഗിക്കുന്നത്, തുണിയുടെ മാസ്ക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതെന്നും കഴുകി ശുചിയായി ഉപയോഗിക്കുക, ഉണക്കി ഉപയോഗിക്കുക. അതുപോലെ ബാക്കിയുള്ള മാസ്കുകൾ ഉപയോഗിക്കുമ്പോൾ ഡെയിലി ഈ മാസ്ക് കൊണ്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് എല്ലാ ദിവസവും മാസ്ക് മാറ്റുക മുതലായ ശീലങ്ങൾ പിന്തുടരുന്നത് എപ്പോഴും നല്ലതാണ്. ഇങ്ങനെയെല്ലാം ചെയ്തില്ലെങ്കിൽ മറ്റൊരു പ്രശ്നം കൂടെ അത് വഴിതെളിക്കും. കാരണം നമ്മൾ ഉരഞ്ഞിട്ടുണ്ടാകുന്ന ചുമപ്പ്, നീറ്റല്, പാടുകൾ, അതുപോലെ ഈ മുഖക്കുരു, അതെല്ലാം പിന്നീട് കറുത്ത പാടുകളായിട്ട് അവശേഷിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏർലി ട്രീറ്റ്മെന്റ് എപ്പോഴും ബെറ്റർ ആണ്. നമുക്ക് ആ കറുത്ത പാടുകൾ വരാതിരിക്കാൻ, അതെല്ലാം നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു ചർമ്മരോഗ വിദഗ്ധനെ സമീപിച്ച് അവരുടെ ഉപദേശം അനുസരിച്ച് മരുന്നുകൾ ഉപയോഗിച്ച് അത് പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള കറുത്ത പാടുകൾ മാറാൻ ഒത്തിരി സമയങ്ങൾ എടുക്കും. അതുപോലുള്ള ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.